അപ്പാച്ചി RTRന്റെ OBD പോർട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അല്ലേ. ഇതാണ് നമ്മൾ OBD പോർട്ടിന്റെ കപ്ലർ വരുന്നത്. ഇത് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാണ്. അതായത് ചില വണ്ടികളൊക്കെ ഉണ്ടാവുന്ന പ്രശ്നമാണ് സ്കാനിങ് ടൂൾ എന്ത് ചെയ്യില്ല, കണക്ട് ആവില്ല. സ്കാൻ ടൂൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നോട്ട് കണക്റ്റഡ് ECU കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ചെയ്യുന്ന പരിപാടി എന്താണ്, നെറ്റ്വർക്ക് കണക്ഷൻസ്, അതായത് OBD പോർട്ടിലെ സപ്ലൈ കറക്റ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. മൾട്ടിമീറ്ററിൽ ഏതിലുണ്ട് 20K വോൾട്ടേജ് മോഡിൽ 20 വോൾട്ടേജിൽ ഇട്ടിട്ടുണ്ട്. 20 വോൾട്ടേജ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് ഇഗ്നീഷൻ ഓൺ ആക്കുക. അതേപോലെ തന്നെ നമ്മളെ കിൽ സ്വിച്ചും അല്ലേ, ഇതാണ് നമ്മളെ എഞ്ചിൻ സ്വിച്ച് വരുന്നത്. എഞ്ചിൻ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഓൺ ചെയ്യുക. ബാറ്ററിയുടെ നെഗറ്റീവിൻ്റെ വില മൾട്ടിമീറ്റർ കൊടുക്കുക. പിടിച്ചോ, നെഗറ്റീവിൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഓരോ പിന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. മൊത്തത്തിൽ എത്ര പിന്നാണുള്ളത്, 1 2 3 4 5 പിന്നാണുള്ളത്. ഫസ്റ്റ് പിന്നിൽ കൊടുത്ത സമയത്ത് നമുക്ക് എന്തുണ്ടെങ്കിൽ 12 വോൾട്ടേജ് സപ്ലൈ കാണിക്കുന്നുണ്ട് അല്ലേ. ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ. രണ്ടാമത്തെ പിന്ന് കൊടുത്ത സമയത്ത് നമുക്ക് 2.61 ഉണ്ട്. ഇതാണ് ക്യാൻ ഹൈ കണക്ഷൻ, നമ്മൾ OBD പോണ്ട നെറ്റ്വർക്കിൻ്റെ ക്യാൻ ഹൈ കണക്ഷൻ. മൂന്നാമത്തെ പിന്ന് കൊടുത്തപ്പോൾ നമുക്ക് രണ്ടാമത്തതിന് അപേക്ഷിച്ച് എന്താണ് നമുക്ക് വോൾട്ടേജ് കുറവാണ് അല്ലേ. അതുകൊണ്ട് ഇത് 2.48 ഉള്ളൂ. ഇതാണ് നമ്മളെ ക്യാൻ ലോ കണക്ഷൻ. പോസിറ്റീവ് സപ്ലൈയിൽ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് മാറ്റി പോസിറ്റീവിൽ കൊടുത്തു. പ്രോബ് പോസിറ്റീവിൽ കൊടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, നെഗറ്റീവ് സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലേ. ഇനി ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കണ്ടിന്യൂറ്റി മോഡ് നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടിന്യൂറ്റി മോഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് നമ്മൾ കണ്ടിന്യൂറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് നെഗറ്റീവ് സപ്ലൈ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ OBD പോർട്ടിൻ്റെ കണക്ഷൻ എന്താണ്, ഓക്കെയാണ്.